ഈ ഹൈഡ്രോ കാർബൺ നയം ട്രംപിന്റെ ഒരു വലിയ സ്ട്രെങ്ത് ആണ്. പ്രകൃതി സൗഹൃദ എനർജി, അതായത് വിൻഡ്, കാറ്റിൽ നിന്ന്, തിരമാലയിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് ഈ റിന്യൂവബിൾ ആയ എനർജി സോഴ്സസ്, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ പിന്നണിയിൽ വെച്ചതിന് ശേഷം വലിയ തോതിലാണ് ഈ കാർബൺ ബേസ്ഡ് എനർജി, അല്ലെ ഹൈഡ്രോ കാർബൺ എനർജി, കൽക്കരിയാകട്ടെ, പ്രകൃതിവാതകം, ഓയിൽ, ഇത് കുഴിച്ചെടുക്കാം എന്നത് പാരീസ് പ്രോട്ടോകോളിൽ നിന്ന് പോലും അമേരിക്ക പിൻവാങ്ങിയതിന്റെ അടിസ്ഥാനം അതൊരു ലോകത്തെ ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ പൊല്യൂട്ട് ചെയ്യാനുള്ള അവകാശം നൽകുകയും അമേരിക്കയെ ആ പൊല്യൂഷന് വലിയ തോതിലുള്ള ടാക്സ് ചുമത്തുകയും അല്ലെങ്കിൽ പീനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഐക്യരാഷ്ട്രസംഘടനയുടെ ഒരു നയം, അല്ലെങ്കിൽ ഈ പ്രോട്ടോകോളുകളുടെ, പാരീസ് പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ള പ്രോട്ടോകോളുകളുടെ ഒരു വിവേചനപരമായ നയം, അതിൽ നിന്നും മോചനം പ്രാപിച്ചുകൊണ്ട് പരമാവധി ലോകത്തെ പൊല്യൂട്ട് ചെയ്താലും അശുദ്ധമാക്കിയാലും ശരി അമേരിക്ക ഗ്രേറ്റ് ആവണം, അമേരിക്ക കച്ചവടം നടത്തണം. അതുകൊണ്ട് റഷ്യയുടെ കുത്തക പൊളിക്കണം, ഗൾഫ് രാജ്യങ്ങളുടെ, അറബ് രാജ്യങ്ങളുടെ, എണ്ണ സമ്പന്നമായ പെട്രോ ഡോളർ റിച്ച് അറബ് രാജ്യങ്ങളുടെ കുത്തക തകർക്കുന്ന രീതിയിൽ അമേരിക്ക ഇതാ രംഗത്ത് വരുന്നു. അതിന് നല്ല ഒരു വ്യാപാര പങ്കാളിയെ കിട്ടണം.